നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തില് അത്ലറ്റിക്കോ മാഡ്രിഡ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മാഡ്രിഡിൽ വന്ദ മെട്രോപൊളിറ്റനോയിൽ നടന്ന മത്സരത്തിൽ 2-1 അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിജയം. അവർക്ക് വേണ്ടി അർജന്റീൻ സൂപ്പർ താരം റോഡ്രിഗോ ഡി പോളും ലിനോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് സെബാസ്റ്റ്യൻ ഹാലറാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ ആശ്വാസ ഗോൾ നേടിയത്. മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മിന്നുന്ന പ്രകടനമാണ് ആന്റോയിൻ ഗ്രീസ്മാൻ നടത്തിയത്. ഗ്രീസിയും മൊറാറ്റയും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. കളിയുടെ 4ാമത്തെ മിനിറ്റിൽ തന്നെ റോഡ്രിഗോ ഡി ബോളിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നിലെത്തി. 32ാമത്തെ മിനിറ്റിൽ ലിനോയുടെ ഗോളും പിറന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 81ാമത്തെ മിനിറ്റിലാണ് സെബാസ്റ്റ്യൻ ഹാലറുടെ ഗോൾ പിറക്കുന്നത്. എങ്കിലും 2-1 വിജയം അത്ലറ്റിക്കോ മാഡ്രിഡ് നേടുമ്പോൾ 5ാമത്തെ കൺസിക്യൂട്ടീവ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഹോം ഗെയിമാണ് അവർ വിജയിക്കുന്നത്. അതുപോലെ ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ കാര്യം നോക്കുക. അവര് ഇപ്പൊ 11 അവേ ഗെയിമുകൾ ഈ സമീപകാലത്ത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചതിൽ 9 തോറ്റിരിക്കുന്നു. അത് മാത്രമല്ല, ആന്റോയിൻ ഗ്രീസ്മാന്റെ മിന്നുന്ന പ്രകടനം എടുത്തു പറഞ്ഞേ പറ്റൂ. യുവേഫ അദ്ദേഹത്തെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 6 ചാൻസുകളാണ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം ഒരു കളിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ചാൻസുകളാണത്. 94ാമത്തെ അപ്പിയറൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.